ഹായ്, വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ് ഡെയിലി ന്യൂസ് ഡെസ്ക്. ഇന്നത്തെ ന്യൂസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ന്യൂസ്, ഇന്ത്യസ് ഫസ്റ്റ് പ്രൈവറ്റ് കോൺസ്റ്റലേഷൻ ഓഫ് EO സാറ്റലൈറ്റ് അണ്ടർ PPP മോഡൽ ടു ബി സെറ്റപ്പ്. സെക്കൻഡ്, മെനി റിജക്ട് പ്ലാസ്റ്റിക്സ് ട്രീറ്റി ഡ്രാഫ്റ്റ് ദാറ്റ് omits curbs on production. Third, RBI prescribes 7 sutras for AI adoption in financial sector. Finally, aid and advice. നമുക്കപ്പോൾ ഒന്നാമത്തെ ന്യൂസ് നോക്കാം. India's first private constellation of EO satellite under PPP model to be set up. ഇതെന്താന്ന് വെച്ചാൽ ഇൻ സ്പേസ് ഇന്ത്യസ് നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ എന്താണ് പിക്സൽ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിനെ അതുപോലെ മറ്റു കമ്പനികളെയൊക്കെ സെലക്ട് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ഇന്ത്യസ് ഫസ്റ്റ് ഫുള്ളി ഇൻഡിജിനിയസ് കൊമേഴ്ഷ്യൽ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് കൺസ്റ്റലേഷൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. എന്തിന്റെ മോഡലില്? പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മോഡൽ. അതായത് പ്രൈവറ്റും പബ്ലിക്കും എന്താണ് ഇതിൽ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഈ ഒരു മോഡലിലാണ് ഇത് രൂപീകരിച്ചിരിക്കുന്നത്. ഈ ന്യൂസിന്റെ കീ ഫാക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ കൺസോർട്ടിയം മെമ്പേഴ്സ് ആരൊക്കെയായിരുന്നു? പിക്സൽ സ്പേസ് ഇന്ത്യ ബംഗളൂരു ബേസ്ഡ് ആണ്. PSI, സാച്ചോർ അനാലിറ്റിക്സ് ഇന്ത്യ, ധ്രുവ സ്പേസ്, ഇവരൊക്കെയായിരുന്നു കൺസോർട്ടിയം മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെന്റ് 1200 കോടിയായിരുന്നു ഓവർ 5 ഇയേഴ്സ്. കോൺസ്റ്റലേഷൻ എന്താ 12ഓളം സാറ്റലൈറ്റ്സ് ആണ് നിർമ്മിക്കുന്നത്. അതുപോലെ സെലക്ഷൻ പ്രോസസ്സ് കോമ്പറ്റീറ്റീവ് ബിഡിംഗ് വഴിയായിരുന്നു. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ ഒരു കീ ഫാക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു കോൺസ്റ്റലേഷൻ വഴിയുള്ള ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ക്ലൈമറ്റ് ചേഞ്ച് മോണിറ്ററിംഗ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അഗ്രികൾച്ചർ, മറൈൻ സർവൈലൻസ്, നാഷണൽ സെക്യൂരിറ്റി, അർബൻ പ്ലാനിംഗ്, സപ്ലൈയിങ് ഗ്ലോബൽ ജിയോസ്പേഷ്യൽ ഇന്റലിജൻസ്. ഇതൊക്കെയാണ് ഈ ഒരു കോൺസ്റ്റലേഷൻ വഴിയുള്ള ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാല്. ഈ ഒരു കോൺസ്റ്റലേഷൻ വഴിയുള്ള ഇമ്പാക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഇത് എന്താണ് ഹൈ റെസൊല്യൂഷൻ ഇമേജസ് ഒക്കെ ജനറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ് ഈ ഫോറിൻ കൺട്രീസിനെ നമ്മൾ ഈ ഡേറ്റയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ഡേറ്റ സോവർണിറ്റി എൻഷുർ ചെയ്യാൻ പറ്റും ഈ ഒരു കോൺസ്റ്റലേഷൻ വരുന്നത് വഴി. മൂന്നാമതായിട്ട് എന്താണ് പ്രൈവറ്റ് സ്പേസ് ഇൻഡസ്ട്രീസിനെ ഒക്കെ എന്താണ് സ്ട്രെങ്തൻ ചെയ്യാനൊക്കെ ഈ ഒരു കോൺസ്റ്റലേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ ഇമ്പാക്ട് എന്ന് വെച്ചാൽ. മീൻസിലേക്ക് നോക്കുകയാണെങ്കിൽ GS പേപ്പർ 3 സയൻസ് ആൻഡ് ടെക്നോളജി ഡെവലപ്മെന്റ്സ് ആൻഡ് ദെയർ ആപ്ലിക്കേഷൻസ്, ഇൻഡിജിനൈസേഷൻ ഓഫ് ടെക്നോളജി, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് PPP, അവയർനെസ് ഇൻ ദ ഫീൽഡ്സ് ഓഫ് സ്പേസ് ടെക്നോളജി. ഈ പോയിന്റ്സ് ഒക്കെ നോക്കുക. അതായത് ഈ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നോക്കുക. ഈ ന്യൂസ് നന്നായിട്ട് വായിക്കുക. ഓക്കെ, സെക്കൻഡ് ന്യൂസ് എന്താണെന്ന് നോക്കാം. മെനി റിജക്ട് പ്ലാസ്റ്റിക് ട്രീറ്റി ഡ്രാഫ്റ്റ് ദാറ്റ് omits curb on production. ഈ ന്യൂസിൽ എന്താ പറയുന്നത് വെച്ചാൽ ജനീവയിൽ എന്താണ് ഒരു പ്ലാസ്റ്റിക് ട്രീറ്റിയുടെ നെഗോഷിയേഷൻ നടക്കുകയാണ്. ഇതിൽ എന്താ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഈ പ്ലാസ്റ്റിക് പ്രൊഡക്ഷൻ ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് പ്രൊഡക്ഷൻ കുറയ്ക്കുക, അതുവഴി നമുക്ക് ഈ പറഞ്ഞ പ്ലാസ്റ്റിക് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നൊരു പ്രൊവിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു നെഗോഷിയേഷൻ ട്രീറ്റിയുടെ ഒരു ലാസ്റ്റ് ഡേ ഒക്കെ ആയപ്പോഴത്തേന് എന്താ ആ ഒരു കീ പ്രൊവിഷൻ എടുത്ത് കളഞ്ഞു. അപ്പൊ ഇത് മെജോറിറ്റി രാജ്യങ്ങൾ എന്താണ് എതിർക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇന്ത്യ അതുപോലെ തന്നെയുള്ള അറബ് രാജ്യങ്ങളൊക്കെ എന്താണ് ഈ ഒരു കീ പ്രൊവിഷൻ എടുത്ത് കളഞ്ഞതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അവർ പറഞ്ഞതും എന്താണ് നമുക്ക് പ്രൊഡക്ഷൻ കുറയ്ക്കേണ്ട, അല്ലാതെ തന്നെ ഈ വേസ്റ്റ് മാനേജ്മെന്റ് ഈ ഒരു പൊല്യൂഷൻ കുറയ്ക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അതാണ് ഈ ന്യൂസിൽ പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഈ ന്യൂസിന്റെ കീ ഡെവലപ്മെന്റ്സ് എന്താന്ന് വെച്ചാൽ ഇവിടെ ചെയർമാൻ എന്താണ് പറയുന്നത്, അതായത് ഈ ഒരു ഡ്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഡൈവേഴ്സ് ആയിട്ടുള്ള പൊസിഷൻസ് കാര്യങ്ങളുണ്ട്. ഒരു ഓപ്പൺ ഡിസ്കഷന് പറ്റിയ ഒരുപാട് ഡൈവേഴ്സ് പൊസിഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഡ്രാഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? കുവൈറ്റ്, ഇന്ത്യ, സൗദി അറേബ്യ, അതുപോലെ അതർ പെട്രോ കെമിക്കൽ പ്രൊഡ്യൂസിംഗ് നേഷൻസ്. എന്നാൽ ഈ ഡ്രാഫ്റ്റിനെ ഒപ്പോസ് ചെയ്യുന്നവർ ആരൊക്കെയാണ്? കൊളംബിയ, പനാമ, അതുപോലെ തന്നെ 80 മെമ്പർ സ്റ്റേറ്റ്സും ആണ് ഒപ്പോസ് ചെയ്യുന്നത്. ഇവരുടെ ഡിമാൻഡ് എന്താണ്? ഒരു ന്യൂ ഡ്രാഫ്റ്റ് വേണം. എന്ത് ആർഗ്യൂ ചെയ്തുകൊണ്ടാണ്? പ്രൊഡക്ഷൻ കട്ട്സ് ആർ എസെൻഷ്യൽ. ആ പ്രൊഡക്ഷൻ കട്ട് ചെയ്യണം എന്നാണ് ഇവരുടെ തീരുമാനം. അവർ ആ ഒരു ഡിമാൻഡാണ് പറയുന്നത്. ഓക്കെ, ഈ ന്യൂസിന്റെ മെയിൻ പോയിന്റ് എന്താണെന്ന് നോക്കാം. ഒന്നാമത് പ്രൊഡക്ഷൻ കട്ട്സ്. മെജോറിറ്റി ഡിമാൻഡ് ചെയ്യുന്ന എന്താണ്? പ്ലാസ്റ്റിക് പ്രൊഡക്ഷൻ ലിമിറ്റ് ചെയ്യാം. മൈനോറിറ്റി എന്താണ്? നമുക്ക് പൊല്യൂഷൻ മാനേജ്മെന്റിൽ ഫോക്കസ് ചെയ്യാന്നാണ്. ഇതിന്റെ ഒരു സ്കോപ്പ് എന്താന്ന് വെച്ചാൽ ക്രിട്ടിക്സ് സേസ് ഡ്രാഫ്റ്റ് ഫെയിൽസ് ടു അഡ്രസ് ഫുൾ ലൈഫ് സൈക്കിൾ ഓഫ് പ്ലാസ്റ്റിക്സ്. അതായത് ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ലൈഫ് സൈക്കിൾ ഉണ്ടല്ലോ, അതായത് എക്സ്ട്രാക്ഷൻ, പ്രൊഡക്ഷൻ, ഡിസ്പോസൽ, ഇതിനെ പറ്റിയിട്ടൊന്നും എന്താണ് ഈ ഡ്രാഫ്റ്റിൽ ചർച്ച ചെയ്തിട്ടില്ല. അതുപോലെ എന്താണ് ഈ പ്ലാസ്റ്റിക്സിലൊക്കെ എന്താണ് ഒരുപാട് കെമിക്കൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ പറ്റിയിട്ടോ അതിന്റെ റെഗുലേഷൻസോ ഒന്നും തന്നെ എന്താണ് ഈ ഡ്രാഫ്റ്റിൽ ചർച്ച ചെയ്തിട്ടില്ല. അതുപോലെ
ഈ റീയൂസ് റീഫിൽ സിസ്റ്റത്തെ പറ്റിയിട്ടും ഒന്നും ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ റെസൊല്യൂഷൻ 5/14 2022 ഉള്ള ഒന്നാണ്. അതിലെന്താണ് UN എൻവയോൺമെന്റ് അസംബ്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, നമുക്കൊരു ലീഗലി ബൈൻഡിങ് ഇൻസ്ട്രുമെന്റ് ഡെവലപ്പ് ചെയ്യണം. എന്തിനെ അഡ്രസ് ചെയ്യാനായിട്ട്? പ്ലാസ്റ്റിക്കിനെ, എൻറ്റയർ പ്ലാസ്റ്റിക് ലൈഫ് സൈക്കിളിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ നിലവിലുള്ള ഡ്രാഫ്റ്റിൽ എന്താണ്, ഇതിനെ പറ്റിയിട്ടൊന്നും ചർച്ച ചെയ്യുന്നില്ല. ഇതൊക്കെയാണ് ഇതിന്റെ കുറച്ച് പോരായ്മകൾ കാര്യങ്ങളൊക്കെ ആയിട്ടും, അല്ലെങ്കിൽ ഇതിൽ നിന്ന്, ഈ ഡ്രാഫ്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ കുറെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ. ഓക്കെ, ഇന്ത്യസ് പൊസിഷൻ അലൈൻ വിത്ത് പെട്രോകെമിക്കൽ പ്രൊഡ്യൂസേഴ്സ്. അതായത് ഇന്ത്യയുടെ തീരുമാനം എന്താണ്? ഇന്ത്യ എടുത്ത തീരുമാനം ഈ ഒരു ഡ്രാഫ്റ്റിൽ എന്തായിരുന്നു? നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ പ്രൊഡക്ഷൻ എന്താണ് കുറയ്ക്കേണ്ട, പകരം എന്താണ്, വേസ്റ്റ് മാനേജ്മെന്റ് കൺട്രോൾ ചെയ്യാം, വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യാം എന്നാണ് ഇന്ത്യ പറഞ്ഞത്. കാരണം എന്താണ്, ഈ പെട്രോ കെമിക്കലിൽ നിന്നാണ് എന്ത്, പ്ലാസ്റ്റിക്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ ഈ പെട്രോ കെമിക്കൽ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള റിലയൻസ്, ഇന്ത്യൻ ഓയിൽ, അങ്ങനെ ഒരുപാട് പ്രൊഡ്യൂസേഴ്സ്, ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്. അപ്പൊ അവരൊക്കെ നമ്മളുടെ ഇന്ത്യയുടെ GDP-യിൽ എന്താണ്, വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പ്ലാസ്റ്റിക് പ്രൊഡക്ഷൻ കുറച്ചാൽ നമ്മളുടെ GDP-നെ വളരെ രീതിക്ക് ബാധിക്കും. അതുകൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. could have implication for domestic plastic industry, trade interest and environmental commitments. ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെ ഒരു സ്റ്റാൻഡിലേക്ക് പോയത്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? മെയിൻസിലേക്ക് നോക്കുകയാണെങ്കിൽ GS പേപ്പർ 3 ആണ് കൺസർവേഷൻ, എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് ഡിഗ്രഡേഷൻ, എഗ്രിമെന്റ്സ് ആൻഡ് ട്രീറ്റീസ്, എൻവയോൺമെന്റൽ ഗവർണൻസ്. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ നോക്കുക. അതുപോലെ തന്നെ എന്താണ്, ആൻസർ ഒക്കെ പ്രാക്ടീസ് ചെയ്യുക, ന്യൂസ് നന്നായിട്ട് വായിക്കുക. ഓക്കെ, മൂന്നാമത്തെ ന്യൂസ് എന്താന്ന് നോക്കാം. RBI prescribes 7 sutras for AI adoption in financial sector. അതായത് എന്താണ്, ഫിനാൻഷ്യൽ സെക്ടറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്ടറിലേക്ക് ഒരു AI ഡെവലപ്പ് ചെയ്യാനായിട്ട് RBI ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അതിന്റെ റിപ്പോർട്ട് എവിടെയാണ്? RBIയുടെ വെബ്സൈറ്റിൽ ഉണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ ന്യൂസിൽ പറയുന്നത്. ഈ ന്യൂസിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നോക്കാം. അതായത് ഫിനാൻഷ്യൽ സെക്ടറിലേക്കാണ് AI കൊണ്ടുവരുന്നത്. അപ്പൊ എന്താണ്, ഫിനാൻഷ്യൽ സെക്ടറിന്റെ പൊട്ടൻഷ്യൽ കൂട്ടുക, അതേസമയം എന്താണ്, അത് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന റിസ്കുകളെയൊക്കെ മിറ്റിഗേറ്റ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് വിത്തൗട്ട് കോംപ്രമൈസിങ് ഫെയർനെസ്, സെക്യൂരിറ്റി, അക്കൗണ്ടബിലിറ്റി. ഇതാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇതിന്റെ 7 സൂത്രാസ് ഏതൊക്കെയാന്ന് വെച്ചാൽ, ട്രസ്റ്റ് ഇൻ ദ ഫൗണ്ടേഷൻ, പീപ്പിൾ ഫസ്റ്റ്, ഇന്നോവേഷൻ ഓവർ റിസ്ട്രെയിൻ, ഫെയർനെസ് ആൻഡ് ഇക്വിറ്റി, അക്കൗണ്ടബിലിറ്റി, അണ്ടർസ്റ്റാൻഡബിൾ ബൈ ഡിസൈൻ, സേഫ്റ്റി, റെസിലിയൻസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി. ഇതാണ് 7 സൂത്രാസ്, ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ന്യൂസിന്റെ സിഗ്നിഫിക്കൻസ് എന്താന്ന് വെച്ചാൽ, എന്താണ്, എത്തിക്കൽ ആണ്, ട്രാൻസ്പെറന്റ് ആണ്, അതുപോലെ തന്നെ എന്താണ്, ഇൻക്ലൂസീവ് പ്രിൻസിപ്പിൾസ് ആണ്. അതുപോലെ ഇന്നോവേഷനെ ആണെങ്കിലും റിസ്ക് മിറ്റിഗേഷനെ ആണെങ്കിലും എന്താണ്, ഇത് ബാലൻസ് ചെയ്യുന്നു, ബോത്ത് ട്രീറ്റഡ് ആസ് കോംപ്ലിമെന്ററി. അതുപോലെ എൻഹാൻസ് ട്രസ്റ്റ് ഇൻ AI സിസ്റ്റം ഇൻ ക്രിട്ടിക്കൽ സെക്ടേഴ്സ് ലൈക്ക് ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. അപ്പൊ എന്താണ്, ഒരു AI ഇറയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, ഈ AI ഫിനാൻസ് സെക്ടറിൽ വരുന്നതുകൊണ്ട് ഉള്ള സിഗ്നിഫിക്കൻസിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇത് എന്തുകൊണ്ടും യൂസ്ഫുൾ ആണ്. ഇനി മെയിൻസ് നോക്കുകയാണെങ്കിൽ GS പേപ്പർ 3 അതെന്താണ്, ഇന്ത്യൻ എക്കോണമി ആൻഡ് ഇഷ്യൂസ്, ഗ്രോത്ത്, ഡെവലപ്മെന്റ്, ഇൻക്ലൂസീവ് പോളിസീസ് ഇൻ ദ ഫിനാൻഷ്യൽ സെക്ടർ. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നോക്കുകയാണെങ്കിൽ എന്താ, ഡെവലപ്മെന്റ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് AI, ഇൻഡിജിനൈസേഷൻ ഓഫ് ടെക്നോളജി, സെക്യൂരിറ്റി നോക്കുകയാണെങ്കിൽ സൈബർ സെക്യൂരിറ്റി, ഡേറ്റ പ്രൊട്ടക്ഷൻ, എത്തിക്കൽ യൂസ് ഓഫ് ടെക്നോളജി. നമ്മൾ ഇതുവരെ വന്ന ന്യൂസിലൊക്കെ എന്താണ്, GS പേപ്പർ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ ഇതുവരെ നോക്കി വന്നത്. അപ്പൊ ഈ ഒരു പേപ്പർ നല്ല രീതിക്ക് നോക്കുക, ന്യൂസുകളൊക്കെ ക്ലിയർ ആയിട്ട് തന്നെ വായിക്കാം കേട്ടോ. ലാസ്റ്റ് ന്യൂസ് എന്താന്ന് വെച്ചാൽ, എയ്ഡ് ആൻഡ് അഡ്വൈസ്. ഈ ന്യൂസിൽ പറയുന്നത് യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ടു JNK ഹൈക്കോടതി. അതായത് ലഫ്റ്റനന്റ് ഗവർണർക്ക് 5 അസംബ്ലി മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നിലവിലുള്ള ഗവൺമെന്റിനോട് ചോദിക്കാതെ തന്നെ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ ഹൈക്കോടതി എന്താ ചോദിക്കുന്നത് വെച്ചാൽ, ഇങ്ങനെ നോമിനേറ്റ് ചെയ്യുന്നത് വഴി ബേസിക് സ്ട്രക്ചറിനെ വയലേറ്റ് ചെയ്യല്ലേ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ന്യൂസ് എന്താ നോക്കാം. ഈ ന്യൂസിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ 2019 JNK റീഓർഗനൈസേഷൻ ആക്ട് റീകൺസ്റ്റിറ്റ്യൂട്ട് JNK ആസ് യൂണിയൻ ടെറിട്ടറി വിത്ത് എ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഈ 2023 അമെന്റ്മെന്റ് നോക്കുകയാണെങ്കിൽ എന്താണ്, ലഫ്റ്റനന്റ് ഗവർണർക്ക് ക്യാൻ നോമിനേറ്റ് ഇൻ ദ 2 കാശ്മീരി മൈഗ്രൻസ് ഇൻക്ലൂഡിംഗ് 1 വുമൻ, 1 ഫ്രം പാകിസ്ഥാനി ഓക്യുപ്പൈഡ് JNK കമ്മ്യൂണിറ്റി, 2 വുമൻ. ടോട്ടൽ 5 നോമിനേറ്റഡ് മെമ്പേഴ്സിനെ എന്താണ്, LGക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഈ പറഞ്ഞ അമെന്റ്മെന്റ് പ്രകാരം പറയുന്നത്. ഓക്കെ, ഈ ന്യൂസിന്റെ കൺസേൺ എന്തൊക്കെയാന്ന് നോക്കിയാൽ, ഒന്നാമത് പറയുന്നത് ഡെമോക്രാറ്റിക് അക്കൗണ്ടബിലിറ്റി. സച്ച് പ്രൊവിഷൻ മേ എനേബിൾ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിഷൻ ടു ഓവർറൈഡ് പോപ്പുലർ മാൻഡേറ്റ്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് എന്താണ്, പുതുച്ചേരി 2021 നടന്ന ഇൻസിഡന്റ് ആണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇറോഷൻ ഓഫ് ഫെഡറൽ സ്പിരിറ്റ്, ഡൽഹി സർവീസസ് കേസ്.
അതായത് LG ബൗണ്ട് ബൈ എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് എലക്ടഡ് ഗവൺമെന്റ് എക്സെപ്റ്റ് ഇൻ റെയർ ഡിസ്ക്രിഷണറി മാറ്റേഴ്സ്. ഇതിലെ JNK കോണ്ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ യൂണിയൻ ടെറിട്ടറി സ്റ്റേറ്റസ് ഗിവൺ വിത്തൗട്ട് എലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് കൺസൾട്ടേഷൻ, സ്റ്റേറ്റ്ഹുഡ് റീസ്റ്റോറേഷൻ സ്റ്റിൽ പെൻഡിങ് ഡെസ്പൈറ്റ് SC അക്നോളജ്മെന്റ് ആൻഡ് പോപ്പുലർ ഡിമാൻഡ്. ഇതാണ് ഇവിടുത്തെ വരുന്ന കൺസേൺസും ഈ ഒരു JNK കോണ്ടെക്സ്റ്റിൽ വെച്ച് നോക്കുകയാണെങ്കിലും പറയുന്നത്. ഓക്കെ, മെയിൻസിലേക്ക് നോക്കുകയാണെങ്കിൽ GS പേപ്പർ 2 പൊളിറ്റി ആൻഡ് ഗവേണൻസിലാണ്. അതിലെന്താണ് ലെഫ്റ്റനന്റ് ഗവർണറിന്റെ ഭാഗം നോക്കുക, സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, ബേസിക് സ്ട്രക്ചർ, സുപ്രീം കോർട്ട് ജഡ്ജ്മെന്റ്സ്, JNK റീഓർഗനൈസേഷൻ ആക്ട്. അപ്പൊ ഈ പോയിന്റ്സ് കാര്യങ്ങളെല്ലാം നോക്കുക, നന്നായിട്ട് തന്നെ ന്യൂസ് വായിക്കുക, ഈ പറഞ്ഞ പോയിന്റ്സ് നോക്കി മെയിൻസിന് വേണ്ടിയിട്ടുള്ള ആൻസർ ഒക്കെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.